യഹോവ സ്തുതി. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ആത്മാവിൻ്റെ വിലയെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ വില മനസ്സിലായില്ല എങ്കിൽ ഈ അവസാന നിമിഷത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആത്മാവിൻ്റെ വിലയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളോട് ചോദിക്കുകയാണ് കർത്താവ്, നിൻ്റെ ആത്മാവിന് നീ എന്ത് വിലയിടും? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം. നിൻ്റെ ശരീരത്തിനാണോ വില, നിൻ്റെ ആത്മാവിനാണോ വില? രണ്ട് തട്ടിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ഉയർന്നു നിൽക്കുക? ഓരോരുത്തരും അവനവനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണിത്. ആത്മാവിനേക്കാൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്നത് ഇന്ന് ശരീരത്തിനാണ്. നിൻ്റെ ശരീരത്തിന് വേണ്ടി നീ 24 മണിക്കൂറും പാടുപെടുകയാണ്. മക്കളെ കെട്ടിച്ചയക്കാൻ, പണമുണ്ടാക്കാൻ, ജോലി സമ്പാദിക്കാൻ, വീട് വയ്ക്കാൻ, കടം തീർക്കാൻ, എല്ലാം 24 മണിക്കൂറും നിൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട്, നിൻ്റെ ഉദരപൂർണതയ്ക്ക് വേണ്ടിയിട്ട് നീ ഓടുകയാണ്. എന്നാൽ നിൻ്റെ ശരീരത്തിന് വേണ്ടി നീ ഓടുമ്പോൾ നിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് നീ ഓടുന്നുണ്ടോ? ശരീരത്തിന് ആഹാരം കൊടുക്കുന്നത് പോലെ ആത്മാവിന് ആഹാരം നീ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ? ആത്മാവിനെ പറ്റി ചിന്തിക്കാൻ എവിടെ നേരം? ശരീരത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്തിട്ട് നീ നിൻ്റെ ആത്മാവിനെ നന്നാക്കാൻ കൊണ്ടു കൊടുക്കുന്നത് ആർക്കാണ്? നിൻ്റെ പുരോഹിതന്. അപ്പോൾ പുരോഹിതൻ എന്ത് ചെയ്യും? നീ ഈ അധ്വാനിച്ചതെല്ലാം ദശാംശം എന്ന പേരിൽ അതിന് വിലയായി ഇട്ടുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് നിൻ്റെ ആത്മാവിനെ, നീ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആത്മാവിനെ നശിപ്പിച്ച് നിൻ്റെ കയ്യിൽ തരും. മനസ്സിലായോ? മൂഢനായ മനുഷ്യ, നീ മനസ്സിലാക്കുക, ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ആത്മാവ് ബലഹീനരായ മനുഷ്യർ ചെന്ന് തൻ്റെ ആത്മാവിനെ, ഈ വിലപ്പെട്ട ആത്മാവിനെ കൊണ്ടു കൊടുക്കുന്നത് പുരോഹിതൻ്റെ കയ്യിൽ. ശരീരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നിനക്കെന്താ? നിൻ്റെ ആത്മാവിന് വേണ്ടി അധ്വാനിച്ചൂടെ? നീ തിന്നോ കുടിച്ചോ എന്നൊക്കെ നോക്കാനായിട്ട് നിൻ്റെ പുരോഹിതന്മാർ വരാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത്രയ്ക്ക് വാല്യൂ ഉള്ള നിൻ്റെ ആത്മാവിനെ നീ കൊണ്ടു കൊടുക്കുന്നത് നിൻ്റെ പുരോഹിതന് അല്ലാതെ നിനക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി ബലഹീനരായ ഈ മനുഷ്യനോട് ദൈവാത്മാവ് പറയുകയാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഇരട്ടി നരകത്തിലേക്ക് കൊണ്ടുപോവാണ് കൂട്ടത്തോടു കൂടി. ഇനി ക്രൈസ്തവരല്ല എങ്കിൽ നമ്മൾക്ക് ന്യായീകരിക്കാം. എന്ത് പറഞ്ഞിട്ട്? അവരുടെ കയ്യിൽ ബൈബിളില്ല, ജീവൻ്റെ പുസ്തകമായ, വിലപ്പെട്ട ജീവൻ്റെ ഉറവയായ ആ പുസ്തകം അവൻ്റെ കയ്യിലില്ല. എന്നാൽ ക്രിസ്ത്യാനിയെ, നിൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇരുന്നിട്ട്, ഈ ലോകത്തെ എല്ലാ സത്യങ്ങളും നിറഞ്ഞ ജീവൻ്റെ ഉറവയായ ഈ പുസ്തകം നിൻ്റെ കയ്യിൽ ഇരുന്നിട്ട് അതൊന്ന് തുറന്ന് വായിക്കാൻ നിനക്ക് നേരമുണ്ടോ? ഇന്ന് ക്രിസ്ത്യാനി എന്താ ചെയ്യുന്നത്? കറണ്ട് ബില്ല് തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട രേഖകളും സൂക്ഷിച്ചു വെക്കുന്നത് ഈ ബൈബിളിലാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെ തൊട്ടുമുത്തി, എന്താ പറയുക, കണ്ണടച്ച് തത്തമ്മ ചിട്ടെടുക്കണ മാതിരി ഒരു കടത്ത് കഴിക്കണോരം ചിലപ്പോൾ ചിലർ എടുക്കുന്നുണ്ടാവാം. അത് രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിച്ച് അതിന് മുത്തം കൊടുത്ത് പൂജിക്കാനല്ലാതെ ആ ബൈബിൾ എടുത്ത് അതിലെ നിധി കണ്ടെത്താൻ, ക്ലൂ അനുസരിച്ച് അതിൻ്റെ ആ ഒരു പ്രത്യേക വ്യൂവിലൂടെ മനസ്സിലാക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് ഇന്ന് നേരമില്ല. അന്ന് ആ വ്യക്തി ആത്മാവിനെ കൊണ്ട് കൊടുക്കുന്നത് ഈ കള്ള പുരോഹിതന്മാരുടെ, പ്രവാചകന്മാരുടെ കയ്യിലും. എന്നിട്ട് ക്രിസ്ത്യാനി എന്താ പറയുക? ഇപ്പോൾ കുംഭമേളയ്ക്ക് തുണിയില്ലാതെ വിഗ്രഹാരാധന നടത്തുന്നതൊക്കെ പറഞ്ഞ് ഇപ്പോൾ വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കല്ലേ. അപ്പോൾ ക്രിസ്ത്യാനി അതിൻ്റെ അടിയിലൊക്കെ എന്ത് ചെയ്യും? എന്ത് എഴുതും? തുണിയെടുക്കാതെ അവൻ കല്ലിനെ ആരാധിച്ച് വിഗ്രഹാരാധന നടക്കുന്നു, അന്ധവിശ്വാസം എന്ന് പേരിട്ട് വിളിക്കും. അന്ധമായി വിശ്വസിച്ചു കൊണ്ട് തെറ്റ് ചെയ്യുന്നു എന്നൊക്കെ വലിയ ആളായിട്ട് നെളിഞ്ഞ് ഇരുന്ന് സംസാരിക്കും. എന്നാൽ ഈ ക്രിസ്ത്യാനിക്ക് സാത്താൻ പുരോഹിതനിലൂടെ വിഗ്രഹത്തെ ആരാധിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല, അത് മനസ്സിലാവണില്ല. അപ്പം നിങ്ങൾ എന്താ പറയുക? ഞങ്ങൾ ദൈവത്തിൻ്റെ രൂപത്തിലല്ലേ ഞങ്ങൾ ആരാധിക്കുന്നതെന്നല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. സൂര്യൻ്റെ ഒരു രൂപമുണ്ടാക്കി അതിലൊരു അപ്പം വെച്ചിട്ട് അത് പൊക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ മുമ്പിൽ
കമന്ന് കിടന്ന് അതിനെ ആരാധിക്കുന്നു. അമ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് അമ്പ് കൊണ്ട് ഇങ്ങനെ പ്രദക്ഷിണം പോലെ പോകുമ്പോൾ എത്ര വിദ്യാസമ്പന്നന്മാരായ ചെറുപ്പക്കാരാ. അവർ പള്ളിയിലൊന്നും പോവാത്ത ടീമുകളൊക്കെ ഇരിക്കും. പക്ഷെ അന്നത്തെ ദിവസം കുടിച്ച് മതിച്ച് ഡാൻസ് കളിച്ച് എന്താ ഇന്ന് കാണുന്നത്? അതൊന്നും വിഗ്രഹമല്ലേ? അതൊന്നും വിഗ്രഹമല്ലേ മൂഢജനതയെ? ഈ കല്ലും മൃഗങ്ങളെയും ഒക്കെ ഇതര മതസ്ഥർ ആരാധിക്കുമ്പോൾ അതാണ് വിഗ്രഹങ്ങൾ. അല്ല, ഇതൊന്നും വിഗ്രഹമല്ലേ? നമുക്ക് വഴി തെറ്റിപ്പോയി. നമ്മളെ നേർവഴിക്ക് നയിക്കേണ്ട പുരോഹിതർ പക്ഷെ നമ്മളെ വഞ്ചിച്ച് നമ്മളെ പഠിപ്പിച്ച് തന്നത് ഇങ്ങനെയാണ്. വിഗ്രഹാരാധന നടത്തല്ലേ എന്ന് പറഞ്ഞ് 2ാം പ്രമാണം ദൈവം തന്നപ്പോൾ ആ ദൈവത്തിൻ്റെ യേശുവായുടെ രൂപം വരെ എടുത്തു വെച്ച് നമ്മൾ വിഗ്രഹമാക്കി അതിന് മുമ്പിൽ നമ്മൾ ആരാധിക്കാൻ ചെയ്യുന്നേ, നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്ന് മോശ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കാളക്കുട്ടിയെ വെച്ചിട്ട് അവർ അതിൻ്റെ മുൻപിൽ കുടിച്ച് മത്തായി അവർ നൃത്തം ചെയ്തു. അതും ഇന്നിപ്പോൾ അമ്പിൻ്റെ മുമ്പിൽ കിടന്ന് കാണിക്കുന്ന ഈ എന്താ പറയുക കൂത്താട്ടങ്ങളൊക്കെ അത് സെയിം തന്നെയല്ലേ? അത് തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ക്രിസ്ത്യാനി, നീ വഞ്ചിക്കപ്പെടുകയാണ്. ഇപ്പോഴെങ്കിലും നീ അത് തിരിച്ചറി. നല്ലത് പറഞ്ഞു തരണ്ട പുരോഹിതൻ നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. എന്നാൽ ഇത് വിളിച്ച് പറയുന്ന ഞങ്ങൾ സാത്താൻ്റെ മക്കൾ. നീ കൊടുക്കുന്ന ആത്മാവിനെ നശിപ്പിച്ച് നിൻ്റെ കയ്യിൽ തരുന്ന ആ പുരോഹിതൻ അഭിവന്ദ്യ പിതാവ്. ഓരോ പ്രസംഗത്തിലൊക്കെ കേട്ടില്ലേ, അഭിവന്ദ്യ പിതാവ്, പാത്രിയാർക്കിസ്, ആത്രിയാർക്കിസ് എല്ലാം കൂടെ ഒരു കക്കൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ പാത്രിയാർക്കീസും ഈ അഭിവന്ദ്യ പിതാവും ഒക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിന് എന്ത് വിളിക്കും? അവനെന്നും നീ എന്നൊക്കെ വിളിക്കും. പക്ഷേ ഈ അച്ഛന്മാരെ പിതാവേ, അഭിവന്ദ്യ പിതാവേ എന്ന് വിളിക്കും. അതിലെന്ത് ലോജിക്കുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ദൈവത്തെ നീ എന്ന് വിളിക്കാം അല്ലേ? കാരണം ദൈവം ക്ഷമിക്കൂലോ. അവനും ഒക്കെ വിളിക്കാം. ക്രിസ്ത്യാനി, നീ ചിന്തിച്ച് നോക്ക്. നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് പുരോഹിതൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? യേശു ക്രിസ്തു എന്നല്ലേ നിന്നെ പഠിപ്പിച്ചേക്കുന്നേ? യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ നാമം യേശുവ എന്നാണ് എന്ന് ഏതെങ്കിലും പുരോഹിതൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? യേശുനാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആ അത്ഭുതം നടക്കും, ഈ അത്ഭുതം നടക്കും എന്നൊക്കെ പറയണ്ടല്ലേ? യേശുനാമത്തിന് ഭയങ്കര ശക്തിയാണ്, അതിൻ്റെ പേരിൽ പുസ്തകം അച്ചടിച്ചെടുക്കുക, എന്തൊക്കെയാ? ആ പുരോഹിതൻ പോലും എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ നാമം എന്ന് അന്വേഷിച്ച് പോയിട്ടില്ല. അതുപോലും പറഞ്ഞു തരാത്ത പുരോഹിതനാണോ നിൻ്റെ മാർഗദർശി? നീ ചിന്തിച്ച് നോക്ക്. നമ്മൾക്ക് പോലും നമ്മളുടെ പേര് ഏത് നാട്ടിൽ ചെന്നാലും മാറ്റമില്ല അല്ലേ? ഇനി ആ ഇതര മതസ്ഥരുടെ ദൈവങ്ങൾ എടുത്തു നോക്കൂ. അവരുടെ പേരുകളും ഏത് ഭാഷയിൽ വന്നാലും ആ പേരുകൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പേര് മാത്രം യേശു ക്രിസ്തു. തമിഴ്നാട്ടിൽ ചെന്നാൽ യേശു, ഇനി ഇംഗ്ലീഷിൽ ജീസസ്. എന്തൊക്കെ പേരുകളാ? ഉണ്ണിയേശു, അങ്ങനെ പല പല പേരുകൾ. അങ്ങനെ അത് നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ഉപയോഗിച്ചു അങ്ങനെ പറ്റുമോ? ഇല്ല. ഒരു നാമമല്ലേ പാടുള്ളൂ. യേശുവ എന്നാണ് ഹീബ്രു ഭാഷയിൽ യേശു ക്രിസ്തുവിൻ്റെ പേര് എങ്കിൽ ആ പേരിൽ തന്നെയല്ലേ ബൈബിൾ അച്ചടിച്ച് വരണ്ടേ? സാത്താൻ ഇടപെട്ട് ആ പേരിൽ മാറ്റി യേശു ക്രിസ്തുന്നും പല പല പേരുകളൊക്കെ ആക്കി. അപ്പം അതെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ടുപിടിച്ച് പുരോഹിതൻ നിനക്ക് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തം പുരോഹിതനില്ലേ? പക്ഷേ ഇന്നതാണോ നടക്കുന്നത്? ഒരിക്കലുമില്ല. ഈ പുരോഹിതൻ പറയുന്ന വഴിയിലൂടെ മൂഢജനത അന്ധരായി പോയിക്കൊണ്ടിരിക്കുന്നു. കുരുടനെ തന്നെ വഴി നടത്തി എന്താ പറയുക, ഇരുട്ട് നരകത്തിലേക്ക്, കുഴിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇപ്പം നമ്മളുടെ ഈ കേരളത്തിൽ എന്താ പറയുക, കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് അല്ലേ? ഇപ്പം അതിൻ്റെ വിധി വന്നിട്ട് ഇപ്പം എല്ലാ സമൂഹ മാധ്യമങ്ങളും എല്ലാം അതിൻ്റെ പിന്നാലെ നടക്കുകയാണല്ലേ? ഷാരോൺ വധക്കേസ്, രേഷ്മ കൊന്നു എന്നുള്ളതൊക്കെ അല്ലേ? ആ കേസ്, ആ വാർത്ത നിങ്ങൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഷാരോണിനെ പ്രണയിച്ച് വഞ്ചിച്ച് വിഷം കൊടുത്ത് കൊന്നത് ആരാണ്? 1-ാം പ്രതിയായ രേഷ്മ. 2-ാം പ്രതി അമ്മാവന് ഈ രേഷ്മേനെ എന്ത് ചെയ്തു? കോടതി തൂക്കുകയറ് വിധിച്ചു. ഇനി അമ്മാവന് 3 വർഷം തടവും വിധിച്ചു. പിന്നെ അടുത്ത പ്രതി അമ്മയ്ക്ക് സാഹചര്യ തെളിവ് ഇല്ലാത്തത് കൊണ്ട് അമ്മയെ വെറുതെ വിട്ടു. എന്നാൽ ഇവരൊന്നും അല്ലാതെ ഇവരിതിലേക്ക് നയിച്ച, ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥമായ ഒരു പ്രതിയുണ്ട്. ആ പ്രതിയെ പോലീസിന് കിട്ടിയിട്ടില്ല, എന്താ പറയുക, കോടതിക്ക് മനസ്സിലായിട്ടില്ല, സമൂഹ മാധ്യമങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആരാണ് ആ പ്രതി എന്നറിയോ?
ആ പ്രതിയാണ് അവർ വിശ്വസിച്ചിരുന്ന പുരോഹിതൻ. കബഡി നിരത്തിയും അവരുടേതായ പുരോഹിതൻ, നാളെ നോക്കി പ്രവചിച്ചിരുന്ന ആ കള്ളപ്രവാചകൻ. ആ പ്രവാചകൻ അല്ലെങ്കിൽ ആ കള്ളൻ എന്താ പ്രവചിച്ചത്? നിന്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകും, രണ്ടാമത്തെ ഭർത്താവിലൂടെ മാത്രമേ നിനക്ക് ഒരു ജീവിതം കിട്ടുള്ളൂ, ആ ജീവിതം മാത്രം നിലനിൽക്കുള്ളൂ എന്ന്. ഈ വിഷം കുത്തിക്കേറ്റിയിട്ടാണ് ഈ അരുംകൊലയിലേക്ക് ഇവർ നടന്നു നീങ്ങിയത്. മനസ്സിലായോ? ഇത്ര വിദ്യാസമ്പന്നനായ, എല്ലാ എന്താ പറയുക, പഠിച്ച എല്ലാത്തിനും ഫസ്റ്റ്, അമ്മയ്ക്കൊക്കെ എന്താ പറയുക ഡിസ്റ്റിങ്ഷനോ ഡാൻസിന് നമ്മൾ ഇപ്പോൾ പത്രത്തിലൊക്കെ വായിച്ചല്ലേ, എല്ലാത്തിനും ഫസ്റ്റ് ആയ സുന്ദരിയായ വിദ്യാസമ്പന്നയായ ബുദ്ധിമതിയായ ഈ രേഷ്മ, അവരും ചെന്ന് കുടുങ്ങിയത് എങ്ങോടാ? ഈ അവരുടെ ഒരു പുരോഹിതൻ്റെ അടുത്ത്. എന്നിട്ട് ആ പുരോഹിതൻ പറഞ്ഞതനുസരിച്ചാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ അരുംകൊലയിലേക്ക് ആ പാവപ്പെട്ട കൊച്ചിനെ മകനെ കൊല്ലാനുള്ള ആ സാഹചര്യം ഉണ്ടായത്. അപ്പം നിങ്ങൾ പറയും അതൊക്കെ അക്രൈസ്തവരാണല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ കബഡി നിരത്തിയും ഒക്കെ ചെയ്ത്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ലല്ലോ എന്ന്. ഒരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ നിങ്ങളും അതുപോലെ തന്നെയാണ്. അവർ കബഡി നിരത്തി പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ക്രിസ്ത്യാനി, നിന്റെ കാര്യം അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ പോലെയല്ല. അവരോട് ക്ഷമിച്ചാൽ നിന്നോട് ദൈവം ക്ഷമിക്കില്ല. കാരണം എന്താ? നിന്റെ കയ്യിൽ ദൈവം ഒരു ജീവൻ്റെ പുസ്തകം തന്നിട്ടുണ്ട്, അത് നീ തുറന്നൊന്ന് വായിക്കി. എന്നാലേ നമുക്ക് വ്യാജം പഠിപ്പിക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഈ പുരോഹിതന്മാർ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് സത്യമാണോ എന്ന് പോലും ഒന്ന് നോക്കാനായിട്ട് ഞാനിപ്പോൾ ഇത്രയൊക്കെ വീഡിയോസ് ഇട്ടു. 2-ാം പ്രമാണം 4-ാം പ്രമാണം പുറപ്പാട് 20 എടുത്ത് വായിക്കെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ഇത് വായിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അതിനെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമില്ല. അത് വെള്ളം തൊടാതെ ഇങ്ങോട്ട് വിഴുങ്ങി അവരുടെ കൂട്ടത്തോടു കൂടി പോവാണ്. പിന്നെ നിങ്ങൾ പറയും പുതിയ നിയമം നമ്മൾ വായിക്കേണ്ട ആവശ്യമുള്ളൂ, പഴയ നിയമം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് യഹൂദന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ നിയമം മാത്രമേ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ വരുന്ന കമൻസും ചീത്തയും ബഹളമൊക്കെ ഇത് തന്നെയാണ്. പുതിയ നിയമം വന്നപ്പോൾ പഴയ നിയമത്തിന് വല്ല മാറ്റവും സംഭവിച്ചോ? നിങ്ങൾ പഴയ നിയമം കൂടെ വായിച്ചു നോക്ക്, രണ്ടും ഒന്ന് തന്നെയല്ലേ, രണ്ടിലും ദൈവവും ഒന്ന് തന്നെയല്ലേ. പുതിയ നിയമത്തിൽ പുതിയൊരു ദൈവം വന്ന് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചതാണോ ചെയ്തത്? അല്ലല്ലോ, ഏക ദൈവമാണ്. അത് യേശുവ തന്നെ പറഞ്ഞിട്ടില്ലേ, ദൈവം ഏകനാണ്, അതാണ് പ്രധാനപ്പെട്ട കൽപ്പന എന്ന് യേശുവായുടെ വായിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ. മനുഷ്യനായി യഹൂദനായി ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യനായിരുന്നപ്പോൾ യേശുവ ദൈവമായിരുന്നില്ല. ആ പരിജ്ഞാനം മനസ്സിലാക്കിയാൽ മാത്രമാണ് ഏകദൈവത്തിൻ്റെ കൺസെപ്റ്റ് ഒരു ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുള്ളൂ. ഈ പഴയ നിയമത്തിൽ പറഞ്ഞ 10 കൽപ്പനയിൽ ഒരു മാറ്റവും യേശുവ കൊടുത്തിട്ടില്ല, കൂടുതൽ കഠിനമാക്കുകയാണ് ചെയ്തത്. നിങ്ങളത് ആദ്യം മനസ്സിലാക്ക്. ഈ 10 കൽപ്പനയും പ്രമാണിച്ച് ജീവിച്ചതാണ് യേശുവ മനുഷ്യനായിട്ട്. എങ്ങനെ തൻ്റെ പിതാവുമായിട്ട് ഗാഢബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന കാണിച്ചു തരിക ചെയ്തത്. ഒന്ന് ഓർത്തു നോക്കി, ഈ 10 കൽപ്പനയിൽ കൂടുതൽ കഠിനമാക്കി തരിക ചെയ്തത്. അതായത് 10 കൽപ്പനയിൽ നീ വ്യഭിചാരം ചെയ്യരുതെന്ന് ദൈവം പഠിപ്പിച്ചപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്? നീ ഒരു ആസക്തിയോടുകൂടി ഒരുവേള നോക്കിയാൽ നീ വ്യഭിചാരം ചെയ്യുകയാണെന്ന്, നിന്റെ ആ കണ്ണ് ചൂഴ്ന്നെടുക്കണം, നിന്റെ കൈ വെട്ടി മാറ്റണം എന്നാ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ കഠിനമാക്കാനാണ് ദൈവം ശ്രമിച്ചത്. എന്താ പറയുക, നിയമങ്ങൾ പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്, അല്ലാതെ നിയമത്തെ മാറ്റാനല്ല എന്ന് കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ പറയുന്നത്. അതൊന്നും നിങ്ങൾ കേൾക്കില്ല. പുതിയൊരു നിയമത്തിൽ പുതിയൊരു ദൈവം വന്ന് പഠിപ്പിച്ച കാര്യം, നിങ്ങൾ ആ 10 പ്രമാണം നിങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, സ്നേഹിച്ചാൽ മതി. എന്നാൽ അതെങ്കിലും കറക്റ്റായിട്ട് ചെയ്യുമോ? അതില്ല. സഹോദര സ്നേഹവും ദൈവസ്നേഹവും അതില്ല. സാബത്ത് ആചരിക്കണ്ട, അത് യഹൂദർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് വാദിച്ചിട്ട് വരുന്നത് ക്രിസ്ത്യാനി, ക്രിസ്ത്യാനി. അന്ത്യകാലമായി എന്ന് എത്രയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല. അന്ന് നോഹയുടെ കാലത്തും അങ്ങനെ ഉണ്ടായത്. മഴ വരുന്നു, മഴ പെയ്ത് പ്രളയം വരും, നിങ്ങളിതുപോലെ ചെയ്യുന്ന നോഹ വിളിച്ച് പറഞ്ഞപ്പോൾ അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഉൽപ്പത്തി വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഭൂതലത്തിൽ ഒരു മൂടൽ മഞ്ഞ് ഉയർന്നായിരുന്നു ഈ മരങ്ങളും പ്രകൃതിയൊക്കെ നനച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് വരെ ഉണ്ടാവാത്ത മഴയെ എങ്ങനെ വിശ്വസിക്കും ജനങ്ങൾ? ഇന്നത്തെ മഴ തന്നെ മഴ വരും, പ്രളയം വരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും? ഒരിക്കലും വിശ്വസിച്ചില്ല. അതാണ് അന്നത്തെ ജനങ്ങൾക്ക് പറ്റിപ്പോയത്. ഇന്നും ജനങ്ങൾക്ക് അതാണ് പറ്റിപ്പോകുന്നത്. അവസാനമായി അന്ത്യകാലമായി ഇതാണ് എന്ന് പറയുമ്പോഴും അവർക്ക് വിശ്വാസമില്ല. കാണാതെ കേൾക്കാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർന്ന ദൈവം പറഞ്ഞത്.
കേട്ടതുകൊണ്ട് മാത്രം വിശ്വസിച്ചു, കേൾക്കാതെ നിങ്ങൾ വിശ്വസിക്കുവിൻ. കണ്ടതുകൊണ്ട് മാത്രം വിശ്വസിച്ചു, കാണാതെ നിങ്ങൾ വിശ്വസിക്കുവിൻ, അവർക്കാണ് നിത്യരാജ്യം കൊടുക്കുന്നത്. അന്ന് നോഹ കയറിയ ആ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവമാണ് അടച്ചത്. നോഹയായിരുന്നു അടച്ചതെങ്കിൽ നോഹ ഒരു പക്ഷേ വല്ലവരും വന്ന് കരഞ്ഞ് തുറക്കുക എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളൊക്കെ കാണുമ്പോൾ തുറന്നു കൊടുത്തേനെ. പക്ഷേ ആ വാതിൽ അടച്ചത് ദൈവമായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ അവസാന കാലഘട്ടത്തിൽ. അവസാനം കരഞ്ഞ് വിളിച്ച് അപേക്ഷിച്ച് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങളെ തെറ്റിപ്പിച്ചത് പുരോഹിതനാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞാലും ഒരു രക്ഷയുണ്ടാവില്ല. അന്ന് വാതിലടച്ചത് ദൈവമാണ് എന്ന പോലെ ഇന്നും അവസാനം തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ വാക്കിന് മാറ്റമില്ല, നിങ്ങളുടെ വാക്കിനെ മാറ്റുള്ളൂ. പഴയ പ്രമാണം പുതിയ പ്രമാണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ന്യായീകരണം കണ്ടെത്തി മാറ്റുന്നത് നിങ്ങളാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ എൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന് ദൈവം പറഞ്ഞത്. റാപ്ചർ നടക്കാൻ പോകുകയാണ്. മൂഢജനതയെ അവസാനമായി ക്രിസ്ത്യാനിയെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ ബൈബിളിൽ നിങ്ങൾ തുറന്ന് വായിക്കി. ഈ എണ്ണ കയ്യിൽ കരുതി വിളക്ക് കെടാതെ നോക്കി 5 കനികകളാവണ്ടേ നമുക്ക്? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങളുടെ ശരീരമാണ് 5 കനികൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്. ഈ നശ്വരമായ ശരീരം കൊണ്ട് നിനക്ക് ഒരു ഫലമില്ല, അത് ചത്ത് പുഴുവരിച്ചു പോകും. ആത്മാവിന് വേണ്ടിയാണ് നീ അധ്വാനിക്കേണ്ടത്. ആത്മാവാണ് ജ്വലിക്കേണ്ടത്. കാരണം നിനക്ക് ഈ ആത്മാവിനെ സൂക്ഷിക്കാൻ നിന്നെ ഏൽപ്പിച്ചത് നിന്റെ പിതാവായ ദൈവമാണ്. അത് ദയവ് ചെയ്ത് നീ നശിപ്പിക്കില്ലേ. പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി നിസ്സാരമായി പണയം വയ്ക്കില്ലേ. അതിൻ്റെ വാല്യൂ മനസ്സിലാക്ക്. ഈ പുരോഹിതരെ ദൈവം യേശുവ എന്താ വിളിച്ചത്? അണലി സന്തതികളെ എന്നാ വിളിച്ചത്. അത് നിങ്ങൾ വിചാരിച്ചത് എന്താ പറയുക, അണലി സന്തതികളെ എന്നല്ല വിളിച്ചത്. ദേഷ്യത്തിൽ അണലി സന്തതികളെ എന്നാ വിളിച്ചത്. യേശുവ ദേഷ്യപ്പെട്ടിരുന്നു. അല്ലാണ്ട് ഒരു കാരണത്തടിക്കുന്നതിന് മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനിയെ പ്രതികരണശേഷി ഇല്ലാണ്ടാണ് ഇന്ന് പുരോഹിതന്മാർ വളർത്തിക്കൊണ്ടുവരുന്നേ. ഒരു കാരണത്തിന് മറ്റേ കാരണം കാണിക്കണം എന്ന് യേശുവ പറഞ്ഞത് സഹോദരനോടാണെന്ന് 100 തവണ പറഞ്ഞാലും ആർക്കും ഒരു വിശ്വാസമില്ല. എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടി വർത്തിക്കുകയാണ്. സാത്താൻ വരുമ്പോഴും സാത്താനോട് സമാധാനവും സ്വസ്ത്രവും പറഞ്ഞിരിക്കുക, അവൻ തലയും കൊണ്ട് പോവും. മനസ്സിലായ? ദൈവം ഈ അണലി സന്തതികൾക്ക് വെച്ച നരകം എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സക്കറിയ 14:12 വായിച്ചു നോക്ക്. അവൻ നിവർന്നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീനഴുകിപ്പോകും. അവരുടെ കൺതടത്തിൽ വെച്ച് അഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ വെച്ച് ചീനഴുകിപ്പോകും എന്ന് പറഞ്ഞാൽ എത്ര നരകത്തെക്കുറിച്ചാണ് പറയുന്നതെന്നറിയോ? അവർ നരകത്തിലേക്ക് പോവും, കൂടെ നിങ്ങളെയും കൊണ്ടുപോകും, നിങ്ങളും പോവും. നിങ്ങൾ ജെറേമിയ 28-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ ഈ പറയുന്നത് എന്തിനാണ് ഞാൻ ഈ കൊട്ടേഷൻ വായിക്കണേ? നിങ്ങളതൊന്ന് വായിച്ച് നോക്കൂ. അല്ലാണ്ട് ഇത് മാത്രം കേട്ടിട്ട് ഇത് സത്യമാണെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങളിത് വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള നമുക്ക് ജ്ഞാനം കിട്ടുള്ളൂ. അത് കിട്ടണമെങ്കിൽ ഇതൊക്കെ വായിച്ചു നോക്കണം. നമുക്ക് എന്താ പറയുക, വായിച്ചു നോക്കി നമ്മളുടെ ദൈവത്തിനോട് അപേക്ഷിച്ച പരിജ്ഞാനം കണ്ടെത്തണം. സ്വന്തമായിട്ട് അധ്വാനിക്കണം അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട്. വേറെ ഒരാൾക്ക് സ്പൂണോട് കോരി തന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല സ്വർഗത്തിൽ. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പുരോഹിതനും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പറയണ എനിക്കും എന്നെ എന്താ പറയുക, എന്നെ നേർവഴിക്ക് നടത്തുന്ന കുറേ പേരുണ്ട്. അവർക്കൊന്നും എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല. എനിക്കതറിയാം. എൻ്റെ ആത്മാവ് എനിക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതിന് ഞാൻ എൻ്റെ അപ്പനായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് കിട്ടുന്ന വെളിവുകൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളും അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കണം. അത് ഞാൻ പറഞ്ഞു വന്ന് ജെറമിയ 28-ാമത്തെ അധ്യായം വായിച്ചു നോക്ക്. അവിടെ 2 പ്രവാചകന്മാരുടെ കഥയെ പറയുന്നേ. ജെറമിയ പ്രവാചകനും ഹനനിയ പ്രവാചകനും. ആ 2 പ്രവാചകന്മാരുടെ വ്യത്യാസം നമുക്ക് അവിടെ തിരിച്ചറിയാൻ സാധിക്കും. നിനക്ക് സുഖം വരും, സന്തോഷം വരും, ജോലി കിട്ടും, വീട് പണിയും എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്രവാചകന്മാരിന് തുല്യമാണ് അവിടെ കാണിക്കുന്ന ആ ഹനനിയ പ്രവാചകൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുഖിപ്പിച്ച് നമ്മൾ അധ്വാനിക്കുന്ന പണം വാങ്ങിച്ചെടുത്ത്, ദശാംശം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചെടുത്ത് അവൻ ജോലിക്ക് പോകാണ്ട് അവൻ സുഖിച്ച് പൊളച്ച് ജീവിക്കുക. അതിന് തുല്യമാണ് ആ ജെറേമിയ 28-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഹനനിയ, കള്ള പുരോഹിതൻ. ആ പുരോഹിതൻ ജനമധ്യേ പറഞ്ഞു, നിങ്ങൾക്ക് സുഖം വരാൻ പോവാണ്, സന്തോഷം വരാൻ പോവാണ്, രാജാവ് പിടിച്ചുകൊണ്ടായി അടിമകളൊക്കെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിച്ചപ്പോൾ ജെറേമിയ പറഞ്ഞു, ഇങ്ങനെയല്ല, നിങ്ങൾക്ക് സുഖവും സന്തോഷമല്ല വരാൻ പോകണം, നിങ്ങൾക്ക് ദുഃഖമാണ് വരാൻ പോകണം, നിങ്ങൾക്ക് ശിക്ഷയാണ് വരാൻ പോകുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ജെറേമിയോട് ദേഷ്യം വന്നു. അവർക്ക് ഹനനിയായാണ് ഇഷ്ടപ്പെട്ടത്. ഇതേപോലെ തന്നെയാണ് ഇന്നും നടക്കുന്നത്. ദുഃഖം വരും, അല്ലെങ്കിൽ അവസാനമായി നിങ്ങൾ പശ്ചാത്തപിക്കുന്നു പറയുന്ന ഞങ്ങളെപ്പോലുള്ള ആര് പറഞ്ഞാലും
നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല. പക്ഷേ പകരം നിങ്ങൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്ക്, നിങ്ങൾ ആ ദശാംശം കൊടുക്ക്, അപ്പോൾ നിങ്ങൾക്ക് സുഖം വരും, സന്തോഷം വരും, ജോലി കിട്ടും എന്ന് പറയുന്ന പ്രവാചകന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. ആ സ്ഥലങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഈ 28-ാമത്തെ ജെറമിയ അധ്യായം വായിച്ചു നോക്കുമ്പോൾ അതിലെന്താ കാണുന്നേ? അതിൽ ഹനനിയ പ്രവാചകൻ ജെറമിയയുടെ കഴുത്തിൽ നിന്ന് മരത്തിൻ്റെ നുകമെടുത്ത് ഒടിച്ചു കളയുക ചെയ്യുന്ന, എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഷോ കാണിച്ച് അധിക്ഷേപിച്ചു. കർത്താവ് എങ്ങനെയാണ് മറുപടി കൊടുത്തതെന്നറിയോ? കർത്താവ് ജെറമിയ പ്രവാചകനോട് പറഞ്ഞു, നീ ഹനനിയോട് പോയി പറയ്. എന്ത് പറഞ്ഞു? വ്യർത്ഥമായ പ്രത്യാശ നൽകി നീ ജനത്തിനെ വഴിതെറ്റിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അടിമത്തത്തിൻ്റെ ഇരുമ്പ് നുകം പണിത് സകല ജനത്തിൻ്റെയും കഴുത്തിൽ വെച്ച് കൊടുക്കുന്നു ശിക്ഷയായിട്ട്. അവർ അറിയാണ്ട് സാത്താനെ സേവിക്കും. വയലിലെ മൃഗത്തെ പോലും ഞാൻ വെറുതെ വിടില്ല എന്ന്. അപ്പോൾ കള്ളപുരോഹിത നീ എന്ത് ചെയ്യും? ഇതാണ് ഹനനിയായോട് ദൈവം ചോദിച്ചത്. ഇന്നതുപോലെയാണ്. ഒരു എന്താ പറയുക, ഒരു അടിമത്തത്തിൻ്റെ ഇരുമ്പ് നുകമാണ് ക്രിസ്ത്യാനിയുടെ കയ്യിൽ അല്ലെ കഴുത്തിൽ വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് ഒടിക്കാനായിട്ട് കള്ളപ്രവാചകന്മാർക്ക് സാധിക്കുമോ? അവർ തന്നെയാണല്ലോ ഈ നുകം വെച്ച് കൊടുത്തേക്കണത്. പിന്നെ എങ്ങനെ അവരൊടിക്കണേ അല്ലേ? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ജെറമിയ നീ പോയി അവനോട് പറയ്, നീ കർത്താവിനെ ധിക്കരിക്കാൻ പ്രേരണ നൽകിയത് കൊണ്ട് പകരമായി ഈ വർഷം തന്നെ നീ മരിക്കുമെന്ന്. ജെറമിയ ഇത് ചെന്ന് ഹനനിയായോട് പറഞ്ഞു. ആ വർഷം തന്നെ അവൻ മരിക്കുകയും ചെയ്തു. ഇതുപോലെയാണ് അവർ നരകത്തിൽ പോകുമ്പോൾ പക്ഷെ നിന്നെയും വലിച്ചുകൊണ്ടാണ് പോണത്. നീ മനസ്സിലാക്ക്. ഈ അടുത്തിടെ ഞാനിങ്ങനെ ഒരു കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ഒരു അധികം പ്രായത്തിനേക്കാൾ താഴ്ന്നൊരു കൊച്ചാ. അവൾ ചോദിച്ചു, ചേച്ചി ഏത് സഭയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സഭയിലില്ല. അപ്പോൾ ചേച്ചി നിരീശ്വരവാദിയാണോ? ഞാൻ പറഞ്ഞല്ല. അപ്പോൾ യാതൊരു സഭയിലും പോകാണ്ട് ചേച്ചിക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റാന്ന്? നിഷ്കളങ്കമായ ആ ചോദ്യം ശരിയാണ്. എല്ലാ ജനങ്ങളും അങ്ങനെ ചിന്തിക്കണേ. യാതൊരു സഭയിലും പോകാതെ, യാതൊരു പുരോഹിതൻ്റെ അഡ്വൈസും കിട്ടാതെ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ആർക്കും അതറിയില്ല, ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. പണ്ട് കാലത്ത് അങ്ങനെയാണ് ഉണ്ടായത് അല്ലല്ലോ. ഈ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവരും കണ്ടിരുന്നില്ലല്ലോ ഒരു രൂപത്തെയും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ദൈവം ഒരു രൂപത്തെ കാണിച്ചു കൊടുത്തിട്ട് എന്നെ സ്നേഹിക്കുന്നതാണോ പറഞ്ഞല്ലോ? കാണാത്ത രൂപത്തെ. നിങ്ങളൊന്നും ഓർക്കണം, ദൈവം അരൂപിയാണ്, ആത്മാവാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള രൂപത്തിൽ വരാം. പ്രാവിൻ്റെ രൂപത്തിൽ വന്നു, തീയുടെ രൂപത്തിൽ വന്നു, യേശുവായുടെ രൂപത്തിൽ വന്നു എന്ന് വിചാരിച്ച് നമ്മൾ ആ രൂപത്തേക്ക് എടുത്ത് നമ്മൾ അതിൻ്റെ പ്രതിമ ഉണ്ടാക്കി നമ്മളെല്ലാം അതിനെയൊക്കെ ആരാധിക്കണം എന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശുവായെ ഹർഷമസിഹായി ഉയർത്തതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലാകാതിരുന്നത്? എമ്മാവൂസിലേക്ക് പോയപ്പോൾ അവർക്ക് മുൻപത്തെ രൂപത്തിലാണ് വന്നിരുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നില്ലേ? വേറൊരു രൂപത്തിലാണ് വന്നത്, അതുകൊണ്ടല്ലേ മനസ്സിലാക്കാതിരുന്നേ. അപ്പോൾ രൂപത്തിനല്ല പ്രാധാന്യം, നമ്മുടെ ശരീരത്തിനല്ല പ്രാധാന്യം. നിങ്ങളത് ചിന്തിച്ച് മനസ്സിലാക്ക്. നമ്മൾ രൂപാന്തരം പ്രാപിച്ചിട്ടാണ് റാപ്ചർ നടക്കണേ. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ആത്മാവിന് രക്ഷ വേണോ? നീ യാതൊരു സഭയിലും പോകാതെ കഥകടച്ച് നിൻ്റെ അപ്പനെ വിളിച്ച് അപേക്ഷിക്ക്. തിരുവചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്ക്. അപ്പൻ പറഞ്ഞു തരും, നാഴി നിറച്ച് അളന്ന് തൂക്കിത്തരും. മനസ്സിലായി? അതിന് പക്ഷേ സമയം കൊടുക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞു, സമയം കൊടുക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പെട്ടെന്ന് പരിപാടി നടക്കില്ല. സമയം കൊടുക്കണം. അല്ലാതെ കുപ്പിയിലെ ഭൂതത്തെ വിളിച്ചു വരുത്തിയ അത്ഭുതത്തെ നിങ്ങൾ പ്രതീക്ഷിക്കില്ലേ? ദൈവം തരുന്ന അത്ഭുതങ്ങളും രോഗശാന്തികളും നിങ്ങൾ ആ ക്രെഡിറ്റ് എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കല്ലേ? ഇന്നിപ്പോൾ എന്താ നടക്കണത്? നിങ്ങൾ ആ ക്രെഡിറ്റ് ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ സാക്ഷ്യം തന്നെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഇട്ടപ്പോൾ എൻ്റെ മകൾക്ക് ആ രോഗസൗഖ്യം നേടി. ഞാനത് സാക്ഷ്യം പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ എന്നെ കേട്ട് അത് വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത പുരോഹിതൻ എന്താക്കി? അട്ടപ്പാടിയിൽ വന്നതുകൊണ്ട് സൗഖ്യം നേടി എന്നാക്കി. മനസ്സിലായോ? അതുപോലെ കൃപാസന, ആ ആസനം, ഈ ആസനം എന്നൊക്കെ പറഞ്ഞ് ആസനത്തിന് പ്രാധാന്യം കൊടുക്കുക. അവിടെ വന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും, അല്ലെങ്കിൽ ഇന്ന ആളുടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും അല്ലേ? അപ്പോൾ ഒരു പുരോഹിതനും ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെ അല്ല, മറിച്ച് ദൈവത്തിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. ഒരു പുരോഹിതനും തിരുത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല.
ഈ അവിടെ ഇവിടെയും പോയി പേപ്പർ അരച്ച് കുടിച്ചും ഒക്കെ നടക്കുമ്പോൾ ഒരു പുരോഹിതനും മകളെ നിങ്ങൾ പേപ്പറിന് പ്രാധാന്യം കൊടുക്കല്ലേ, ആ സ്ഥലത്തിന് പ്രാധാന്യം കൊടുക്കൽ, നീ ദൈവത്തിന് പ്രാധാന്യം കൊടുക്ക്. ദൈവമാണെന്ന് സൂക്ഷ്യപ്പെടുത്തിയെന്ന് ഒരു പുരോഹിതനും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. അവരൊക്കെ ഈ കാശ് കിട്ടാൻ വേണ്ടി, പരസ്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടേക്ക് വരുവീൻ, നിങ്ങൾക്ക് ഇവിടെ രോഗസൗഖ്യം കിട്ടും, അവിടേക്ക് ചെല്ലുവീൻ, ഇന്ന ആളുടെ അടുത്തേക്ക് ചെല്ലുവീൻ. അവിടെയൊക്കെ ആ ആളാണ് ഉന്നതത്തിലേക്ക് പോകുന്നത്, ദൈവമല്ല. പല പുതിയ എന്താ പറയുക, പല അച്ഛന്മാരെയും ഈ അന്ത്യകാല പ്രവാചകന്മാരെയും ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, അവർക്കാണ് പ്രാധാന്യം, അവരുടെ പിന്നാലെയാണ് ദൈവം ഇപ്പോൾ ക്രിസ്ത്യാനി മൊത്തം പോകുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പിന്നാലെ. അല്ലാണ്ട് അവർ മുഖേന ദൈവത്തിലേക്ക് അടുക്കുന്നവരുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുന്നുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ദൈവം മനസ്സിലാക്കി തരും. ഈ അവസാനം എല്ലാവർക്കും ഈ വചനം കിട്ടും, ഞങ്ങൾക്ക് കിട്ടിയ ഈ വെളിവ് എല്ലാവരുടെ ചെവിയിലൂടെ കടന്നു പോകും. പക്ഷെ അത് ശ്രദ്ധിക്കുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുത്തേക്കുന്നത്, ശ്രദ്ധിക്കാണ്ട് പോകുന്നവർ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, അവരൊക്കെ പോകും ഇങ്ങനെ. അപ്പം അതുകൊണ്ട് നീ ആത്മാവിൻ്റെ വാല്യൂ കണക്കിലെടുക്ക്. അല്ലാണ്ട് കർത്താവ് ജീവനോട് കൂടി എടുത്തോണ്ട് പൊക്കോളും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മുകളിലേക്ക് വായും തുറന്നിരുന്നാൽ അങ്ങനെ ഇരിക്കേ ഉണ്ടാവുള്ളൂ, ആരും നിന്നെ എടുത്തോണ്ട് പോവില്ല. വെളിപാട് 10:6 പറയുന്നില്ലേ, ഇനി കാലവിളമ്പുണ്ടാവുകയില്ല, 7ാമത്തെ കാഹളം ഊതാനിരിക്കുന്ന ഈ സമയത്ത് ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഈ സമയത്താണ് തൻ്റെ ദാസന്മാർക്ക് മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഈ മർമ്മങ്ങൾ AD 325 സാത്താൻ മറച്ചു കളഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ കാരണന്മാർക്കൊന്നും കിട്ടാതെ പോയത്. ഈ അവസാന നിമിഷത്തിൽ നമുക്കിത് വെളിപ്പെടുത്തി തരികയാണ് ചെയ്തത്. കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ സ്നേഹത്താലാണ് നമുക്കത് വെളിപ്പെട്ട് കിട്ടിയത്. നിങ്ങൾക്കത് മനസ്സിലാക്ക്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചിന്തിക്കണ്ടേ? ഈ വെളിപാട് എഴുതി, ഈ വചനങ്ങൾ എഴുതുന്നതിന് മുൻപേ കർത്താവ് എന്നെ കണ്ടിരുന്നു. ആ സ്നേഹത്തെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നിസ്സാരനായ നമ്മെ കണ്ടെത്താനായിട്ട് സർവ്വമഹത്വം വെടിഞ്ഞ് കർത്താവ് നമ്മുടെ മുൻപിലേക്ക് വന്നു. ആ സ്നേഹത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്ക് ദയവ് ചെയ്ത്. എത്ര കാലമായി പറയുമ്പോൾ നമ്മൾ മണ്ടന്മാരാണ്, മന്ദബുദ്ധികളാണ്, വിഡ്ഢിയാണ്, നിനക്ക് പ്രാന്താന്നൊക്കെ കേൾക്കുമ്പോൾ കർത്താവിൽ സന്തോഷിക്കാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആ വേദന നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഈ മർമ്മങ്ങൾ, ഈ സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടത് എന്താ പറയുക, അത് ജെറുസലേമിൽ നിന്നാണ്. ഏശയ്യ 2:3 എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അവസാന കാലത്ത് സിയോണിൽ നിന്ന് ഉപദേശവും യെറുസലേമിൽ നിന്ന് ദൈവത്തിൻ്റെ വചനവും പുറപ്പെടുമെന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. ഈ വചനത്തിൻ്റെ നിവർത്തിയാണ് റീന ഫ്രാൻസിസിലൂടെ നമുക്ക് ഈ മർമ്മങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടിയത്. മനസ്സിലായോ? സ്വന്തം ദൈവത്തിൻ്റെ പേര് പോലും അറിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ക്രിസ്ത്യാനിയെ ഞാൻ എന്ത് പറയാനാ? ദൈവത്തെ അന്വേഷിച്ച് പോയിരുന്ന ഞങ്ങളതുപോലെ തന്നെയായിരുന്നില്ലേ നമ്മളും? ഞാനതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ദൈവവുമായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് ദൈവം നമുക്കിത് വെളിപ്പെടുത്തി തരാനും നമുക്ക് ഈ രക്ഷ കൈവരാനും ഇതിങ്ങനെയല്ല മോളെ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരാൻ ദൈവം കരുണ കാണിച്ചത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ശബാത്ത് എടുത്തത് കൊണ്ടോ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നിത്യതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ കേട്ടിരുന്നുകൊണ്ട്, ഇതൊക്കെ സത്യം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒരിക്കലും നിത്യതയിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വഴിതെറ്റി പോകാം. പിടിച്ചു നിൽക്കണമെങ്കിൽ, അവസാനം വരെ പിടിച്ചു നിൽക്കണമെങ്കിൽ സഹിക്കണം. പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. മനുഷ്യപുത്രൻ അവസാനം കടന്നു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് തിരുവചനത്തിൽ ചോദിക്കുന്നത്. വിശ്വാസം കണ്ടെത്തുമോ? സംശയമാണ് നമ്മളെക്കുറിച്ച്. അപ്പോൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നമ്മളും പരിശ്രമിക്കണം. ദൈവവുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. എന്താണ് ആരാധന എന്ന് വെച്ചാൽ, വർഷിപ്പ് എന്താണ്? നമ്മൾ ദൈവവുമായിട്ട് പേഴ്സണലായിട്ട് ഒന്നിച്ചിരിക്കുന്ന ഒരവസ്ഥ, അതാണ് യഥാർത്ഥമായ ആരാധന. അല്ലാതെ ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ അധരവ്യായാമം ചെയ്യല്ലേ. വീടുകളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വർഷിപ്പ് ചെയ്യണം. മത്തായി 6:6 കേട്ടാ, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കി, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യല്ലേ. അവരെന്താ ചെയ്യണമെന്ന് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവർ ജൽപ്പനം ചെയ്യാണ്. അവർക്ക് അങ്ങനെ തോന്നാണ്.
നിങ്ങൾ അവർക്ക് തുല്യരാവരുത്. നിനക്ക് മുമ്പേ നിന്റെ ആവശ്യം കർത്താവ് അറിയുന്നല്ലോ എന്നാണ് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ. മനസ്സിലായോ? അപ്പോൾ ഈ എന്താ പറയുക, കുറേ പേര് കൂടി നിന്ന് ഉറക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കി പരിശുദ്ധാത്മാവിതാ കടന്നു വരുന്നു, കാറ്റായിട്ട് വരുന്നു, ശബ്ദമായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി നമ്മളുടെ ആത്മാവിനെ കയ്യിലെടുത്ത് നിങ്ങൾക്ക് കടമുണ്ടോ, രോഗമുണ്ടോ, ഇതൊക്കെ ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് നമ്മൾ ആ ശരീരവും മനസ്സും ഒന്നിച്ചവർ കൊണ്ടുപോകണം, ആ ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് നോക്കൂ, ദേ പ്രകാശം, നോക്കി പ്രകാശം കണ്ടോ? അപ്പം നമ്മൾ നോക്കുമ്പോൾ പ്രകാശം ഉണ്ട്. അല്ലെങ്കിൽ ദേ അപ്പം ഉയർത്തി അതിൻ്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കി, ദേ കണ്ട ചോര വരുന്ന കണ്ട, അല്ലെങ്കിൽ അവിടെ ദൈവം ഇരിക്കണ കണ്ട. അപ്പം നമുക്കങ്ങനെ ഉണ്ടല്ലോ. മനസ്സിലായി? അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെ കടന്നു പോയി അങ്ങനെയല്ല പരിശുദ്ധാത്മാവ് വരിക. നിങ്ങളത് മനസ്സിലാക്ക്. എന്നിട്ട് പിന്നെ അത് കഴിയുമ്പോൾ പെട്ടെന്ന് ആവിയായിട്ട് പോകൂലേ? എത്ര ദിവസം നിങ്ങൾക്ക് ആ ചൈതന്യം ഉണ്ടാവും വീട്ടിലേക്ക് വരുമ്പോൾ? ഒരിക്കലും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ പഴയ രൂപത്തിലേക്ക് പോവല്ലേ? അപ്പം അത് എന്തുകൊണ്ടാണ്? അത് പരിശുദ്ധാത്മാവായിരുന്നില്ല. അത് ആദ്യം മനസ്സിലാക്ക്. ഈ വചനങ്ങൾ അതാണ് പറയുന്നത്. നിങ്ങൾ ജാതികൾ ജൽപ്പനം ചെയ്യുന്ന മതി യേശു ഇങ്ങനെ കിടന്ന് പറയല്ലേ എന്നാണ് പറയണത്. നിങ്ങൾ കഥ കടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട്, ആത്മാവിനോട്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ദൈവ ആത്മാവാണ്. സകല മഹത്വവും വെടിഞ്ഞ് ആ കർത്താവിൻ്റെ സ്നേഹം നിൻ്റെ മുൻപിലേക്ക് വരും. അപ്പോൾ നിനക്കത് ഫീൽ ചെയ്യാം. അത് ഫീൽ ചെയ്താലേ മനസ്സിലാവുള്ളൂ. അടിക്കടി പിന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ചെയ്യണം. അല്ലാതെ ആത്മാവിൻ്റെ വില മനസ്സിലാക്കാതെ നീ ശരീരത്തിന്, അതിൻ്റെ കവചമായ നാളെ പുഴുവിനാൽ അരിച്ചു പോകാൻ പോകുന്ന ശരീരത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഈ ആത്മാവുള്ള കാലം മാത്രമേ ശരീരത്തിന് വിലയുള്ളൂ. ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയാൽ ശരീരം ചത്ത് പുഴുവരിച്ചു പോവും, ഒരു കാര്യമില്ല. അത് വിട്ടുപോയി കഴിഞ്ഞാൽ ശരീരം വെറും പുഴുവാണ്. നാളെ കർത്താവിൻ്റെ മുൻപിൽ നീ നിൽക്കുമ്പോൾ അവിടെ നിൻ്റെ ശരീരമില്ല, നിൻ്റെ ആത്മാവാണ് നിൻ്റെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. നീ ചിന്തിക്ക്. ഇപ്പം നമ്മളൊരു കടയിൽ നിന്ന് ഒരു ഡയമണ്ടോ എന്തെങ്കിലും ഒരു വിലപ്പെട്ടത് വാങ്ങിക്കുന്ന ഒരു സ്വർണം അല്ലേ, അതിട്ട് തരുന്ന ഒരു ചെപ്പ് അത് നല്ല ഭംഗിയുള്ളതായിരിക്കും. അല്ലാണ്ട് ഒരു സഞ്ചിയിലോ ഒരു പഞ്ചസാരയും ഒക്കെ വാങ്ങിക്കുന്ന പോലത്തെ കവറിലോ ഇട്ട് തരില്ല അല്ലേ. എന്ന് വെച്ചിട്ട് ആ ഡയമണ്ടിനേക്കാളും വാല്യൂ ആ ഇട്ട ചെപ്പിനുണ്ടോ? ഒരിക്കലും ഇല്ല. ആ ഡയമണ്ട് എടുത്ത് നമ്മൾ അനഞ്ഞു കഴിഞ്ഞാൽ ആ കവർ നമ്മൾ കാട്ടിക്കളയും അല്ലേ, ആ ചെപ്പ് നമ്മൾ വീക്കിക്കളയും, പിന്നെ ആ ചെപ്പിന് വാല്യൂ ഇല്ല. ഇതുപോലെയാണ് ആത്മാവിനാണ് വാല്യൂ. ഈ ആത്മാവ് ഈ ശരീരത്തിലുള്ളിടത്തോളം കാലം ശരീരത്തിന് വാല്യൂ ഉള്ളൂ. ആത്മാവ് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് യാതൊരു വാല്യൂ ഇല്ല. റാപ്ചർ നടക്കുമ്പോൾ പോലും നമ്മൾ ഈ ശരീരത്തിലല്ല കർത്താവിൻ്റെ മുമ്പിലേക്ക് പോകാൻ പോകുന്നത്. രൂപാന്തരം പ്രാപിച്ച് വേറൊരു രൂപത്തിലാണ് നമ്മൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് പോകാൻ പോകുന്നത്. ഈ ശരീരത്തിന് യാതൊരു പ്രാധാന്യവും അവിടെ ഇല്ല. അല്ല, ഇതൊക്കെ മനസ്സിലാക്ക്. ആത്മാവിന് വാല്യൂ കൊടുക്കുക. അല്ലാണ്ട് എങ്ങനെയോ ജീവിച്ച് പോകാം എന്നുള്ള ധാരണയിൽ നിങ്ങൾ പോവല്ലേ. ആത്മാവിൻ്റെ വില മനസ്സിലാക്കിയിട്ട് ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കേട്ടിട്ടില്ലേ? ആ പാട്ട് കേട്ടിട്ടില്ലേ? അതൊന്നും സാരമില്ല, നൊടിയിടക്കേ അതുള്ളൂ. അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഉന്നതത്തിലേക്ക് നോക്ക്. ഈ ചിന്ത കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു ദൈവ പൈതലിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാത്തവർക്കും മനസ്സിലാകില്ല. കഷ്ടതകളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവകൃപ വേണം. നാം വിശ്വസിക്കുന്നത് ആരിലാണെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. അതിന് സ്നേഹത്തിൻ്റെ ആഴമായിരിക്കണം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഷാരോൺ വധക്കേസ് അല്ലേ, രേഷ്മ ഷാരോണിനെ സ്നേഹിച്ചത് കള്ളത്തരത്തിൽ വിശ്വാസമൊന്നും ഇല്ലാതെ. പക്ഷെ ഷാരോൺ തിരിച്ച് ആ കുട്ടിയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? വാവ എന്നെ ചതിക്കില്ല അല്ലേ, അത്ര എങ്ങനെയൊക്കെയാണ് നമ്മളതിൽ കാണുന്നത് അല്ലേ. അപ്പോൾ ആ വിശ്വാസം, ആ സ്നേഹത്തിൻ്റെ ആഴമായിരുന്നു ആ വിശ്വാസം. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ബന്ധം ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിലാണ് ദൈവവുമായിട്ടുള്ള വിശ്വാസം ഇരിക്കുന്നത്. പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:38 എന്താ പറയുന്നത്? എനിക്ക് ദൈവത്തിനുള്ള സ്നേഹം എങ്ങനെയാണ്? യേശുവായിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് പിരിക്കും? വാളോ, പണമോ, കഷ്ടപ്പാടോ, മരണമോ, വാഴ്ചകളോ, അധികാരമോ ഒന്നിനും എന്നെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് പിരിക്കാൻ സാധിക്കില്ല. ഇതുപോലെ പറയണം നമ്മൾ. അതൊരു നിധിയാണ്. ആ നിധി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കുറേ ക്ലൂസ് കാണും.
ഇപ്പം ഒരു നിധി, ആ നിധി കുഴിച്ചിട്ട ആൾ ആർക്കെങ്കിലുമൊക്കെ നിധി കിട്ടിയോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? ഇന്ന ഒരു പുഴ താണ്ടി നിങ്ങൾ അവിടെ ചെന്ന് ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിൽ ചെന്ന് അവിടെ ഒരു ചെപ്പുണ്ട്, പെട്ടിയുണ്ട്, അത് തുറന്നാൽ നിങ്ങൾക്ക് നിധി കിട്ടും. അങ്ങനെ ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കൂലേ? എന്നാൽ ആ നിധി ബുദ്ധിമാന് മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്ന് നിശ്ചയിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും? കുറേ ക്ലൂസ് ഇടും. ക്ലൂസ് ഇങ്ങനെ പോയാൽ ഈ ഒരു വെളിച്ചം ഒരു പ്രതലത്തിൽ തട്ടി ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഈ സമയത്ത് അവിടെ ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലൂസ് കൊടുക്കൂലേ? ഇപ്പം ഈ അടുത്തൊരു ടോവിനോടൊരു സിനിമ ഇറങ്ങിയില്ലേ, ഏതാണത്, അങ്ങുവാനക്കോവിൽ, ആ ഒരു പാട്ടൊക്കെ ഉള്ളത്, ചോര കൺമുയൽ എന്നൊക്കെ ഉണ്ട്. ആ പാട്ട് പാടിക്കൊണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ സിനിമയുടെ അവസാന ക്ലൈമാക്സ് ഇങ്ങനെയാണ്. ആ നിധി കണ്ടെത്താനായിട്ട് ആ പാട്ടിൻ്റെ വരികളിലൂടെ പോയപ്പോൾ മനുഷ്യബുദ്ധിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ വിചാരിച്ച് കടന്നു പോയിട്ട് ബുദ്ധിമാൻ ആ നിധി കണ്ടെത്താൻ പറ്റും. അതാണ് ആ സിനിമയിൽ. അതുപോലെയാണ് ഈ ബൈബിളിലുള്ള ഓരോ നിധിയും ഓരോ മർമ്മവും മനസ്സിലാക്കണമെങ്കിൽ നേരിട്ട് കടന്ന് ചെല്ലാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് കുറേ ക്ലൂകൾ ബൈബിളിൽ തന്നിട്ടുണ്ട്. ആ ക്ലൂകൾ പല സ്ഥലത്താണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരേപോലത്തുള്ള പൂവുകൾ നമ്മൾ കെട്ടി വരുമ്പോൾ ഒരു മാല പൂർത്തിയാവാം എന്ന് പറഞ്ഞോണം. ഈ ക്ലൂകൾ നമ്മൾക്ക് ബന്ധിപ്പിച്ച് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയില്ല ഇത്രയും വലിയ ഒരു പുസ്തകത്തിൽ എവിടെയായിരിക്കും ഇന്ന വചനം, അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടില്ല. അത് അപ്പോൾ എന്തുണ്ടാവുക? ഞാനിങ്ങനെ എനിക്ക് കർത്താവ് കൊണ്ടുതരും. വെറുതെ നോക്കുമ്പോൾ കൊണ്ടുതരാണ്. അങ്ങനെ ഞാൻ ഈ വചനങ്ങൾ ഓരോന്ന് കണക്റ്റഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. എനിക്ക് ഒന്നാമത്തെ സമയവും കുറവാണ്, വീട്ടിലെ കാര്യങ്ങൾ, ജോലി കാര്യം. പക്ഷേ എനിക്ക് എല്ലാവരും എന്നോട് ചോദിക്കാൻ നിനക്ക് എവിടെ നിന്ന് സമയം കിട്ടുന്നത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആ സമയം ഞാൻ കർത്താവിന് കൊടുക്കുമ്പോൾ കണ്ടെത്തുമ്പോൾ കർത്താവ് എനിക്ക് സിമ്പിളായിട്ട് ഇട്ട് തരും. ഇത് ഞാൻ ചിലപ്പോൾ ചോദിക്കും, കർത്താവ് ഇതിന് ഇന്നാണ് എൻ്റെ വിഷയം എന്ന് കർത്താവ് പറഞ്ഞു തരുമല്ലോ. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ എന്താ കിടക്കണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ കർത്താവ് എനിക്ക് കൊണ്ടിട്ട് തരിക ചെയ്യണേ. ബൈബിൾ എടുക്കുമ്പോൾ വായിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് അപ്പം അതിൻ്റെ വേറെ സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ മനസ്സിലായോ? അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നിധി കണ്ടെത്തി തരുന്നത്. ബൈബിളിൽ എന്താ പറയുന്നത്? തനിക്കുള്ളതെല്ലാം വിറ്റ് നിധി ഒരു വയലുണ്ടെന്ന് കണ്ടെത്തിയ ബുദ്ധിമാന്മാരെ പോലെയെന്ന്, അല്ലേ? അതായത് അത് എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഒരു സ്ഥലത്തിന് ഒരു കോമൺ ആയിട്ടൊരു വാല്യൂ ഉണ്ടാവും, അല്ലേ? ഒരു പ്രദേശത്ത് സെൻറ്റിന് ഒരു 1.5 ലക്ഷം രൂപ എന്ന്. പക്ഷേ ഒരു സ്ഥലത്ത് സെൻറ്റിന് 15-20 ലക്ഷം രൂപ. അപ്പോൾ ഒരാൾ സർവ്വസ്വത്തും വിറ്റ് ആ 5 സെൻറ്റ് സ്ഥലം അങ്ങോട്ട് വാങ്ങിക്കാന്നിരിക്കുക. അപ്പം മറ്റുള്ളവർ പറയും മണ്ടൻ, അവിടെ 1.5 ലക്ഷം രൂപയുള്ളൂ, എന്നിട്ട് അവൻ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ സ്ഥലം സെൻറ്റിന് വാങ്ങിച്ചേക്കണം. അവൻ മണ്ടനാണ്. ജനങ്ങളുടെ കണ്ടിൽ അവൻ മണ്ടനായിരിക്കാം. പക്ഷേ ആ സ്ഥലത്ത് നിധി ഉണ്ടെന്ന് കണ്ടിട്ടാണ് അവനത് വാങ്ങിക്കണേ. അവൻ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞ പോലെയാണ് മറ്റുള്ളവർ മണ്ടി, നീക്ക് പ്രാന്താണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ നിധി കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിൽ നിൽക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ മണ്ടന്മാരായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ മണ്ടന്മാരല്ല, മനുഷ്യരുടെ മുമ്പിൽ ഞങ്ങൾ മണ്ടന്മാരും മന്ദബുദ്ധികളൊക്കെ ആയിരിക്കാം. ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ആൾ, നിങ്ങൾ തെറ്റുകൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്ന ആൾ, ജീവനോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കാൻ പോകുന്ന ആളൊക്കെ ആയിരിക്കാം. അത് യഥാർത്ഥ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ക്രിസ്ത്യാനി ദൈവം യേശുവായിട്ട് വന്നു എന്ന് മനസ്സിലാക്കിയത് ആരാ? ക്രിസ്ത്യാനിയാണ്. കൂടുതൽ പരിജ്ഞാനം ലഭിച്ച ക്രിസ്ത്യാനി കൂടുതൽ താലന്ത് കൊടുക്കണം ദൈവത്തിന്. യഹൂദനെ അതിശയിപ്പിക്കുമാറൊരു വിശ്വാസം ഈ ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കണം, എന്നാലേ രക്ഷയുള്ളൂ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്ക്. യോഹന്നാൻ 7:38 പറയുന്നു, വിശ്വസിക്കുന്നവൻ്റെ മേൽ ജീവൻ്റെ നദി ഒഴുകുമെന്നാണ് തിരുവചനം പറഞ്ഞത്. ജീവൻ്റെ നദിയാണത്, അതിന് അവസാനമില്ല, അതിന് വിശ്വസിക്കണം. എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 1:17 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ, വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്ത മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കണമെങ്കിൽ ആന്തരിക നേത്രങ്ങൾ തുറക്കാൻ പരിശുദ്ധാത്മാവ് വേണമെന്ന് അവിടെ പറയണേ. ആന്തരിക നേത്രങ്ങളെ തുറക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അല്ലാതെ മനുഷ്യനിർമ്മിതമായ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അതിന് പറ്റില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നത് ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്നറിയാനാണ്, അല്ലാണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാരുണ്ടോ എന്നല്ല.
ദൈവത്തിന് ആവശ്യം ബുദ്ധിമാന്മാരെയാണ്, ഭക്തന്മാരെ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. കുരുടനെ വഴി നടത്തിയാൽ രണ്ടുപേരും കുഴിയിൽ ചെന്ന് വീഴുമെന്നല്ലാതെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല. സക്കറിയ 12:3, 14:2 വായിച്ചു നോക്കിയേ. ഇനി അധിക സമയമില്ല. കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചാണ് അതിൽ എഴുതിയേക്കുന്നത്. കർത്താവിൻ്റെ ദിനത്തിൽ സകല ജനതകളും ഒരുമിച്ച് കൂടി ജെറുസലേമിനെതിരെ യുദ്ധത്തിന് വരും. അവസാനം എങ്ങനെയായിരിക്കുന്നത്? ആ ഒരു പരിതസ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സെയിം തന്നെ ദാനിയേൽ 12:8 നിങ്ങൾ വായിച്ചു നോക്കിക്കോ. വിശുദ്ധ ജനത്തിനെതിരായി, ആ വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാനായിട്ട് സകലരും അണിനിരക്കുമെന്നാണ് അവിടെ കൊടുത്തേക്കണേ. യുഗാന്തത്തെക്കുറിച്ച് പല സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ വായിച്ചു നോക്കിയാൽ എല്ലാം ഒന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ദാനിയേൽ 12 വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മിഖായേലാണ് നമ്മളുടെ കൂടെ എഴുന്നേറ്റ് സാത്താനോട് പൊരുതാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന മഹാപ്രഭുവായി മിഖായേൽ എന്നാണ് പറയുന്നത്. ആ മിഖായേലിനോട് കൂടെ ദൈവത്തിൻ്റെ ആ വശത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ നിൽക്കണമെങ്കിൽ നമ്മളാണ് പട ചേർക്കേണ്ടത്, നമ്മളാണ് പട ചേരേണ്ടത്. അപ്പോൾ ആ ധൈര്യവും ഒക്കെ നമുക്ക് വേണം. മനസ്സിലായോ? അപ്പം എവിടെ കൊടുത്തേക്കണത്? ജീവഗ്രന്ഥത്തിൽ പേരുള്ള ജനങ്ങളെ രക്ഷപ്പെടും, മുഴുവൻ ജനം രക്ഷപ്പെടും. നിന്റെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ആദിയിൽ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപ് നിന്റെ പേര് ദൈവത്തിന് അറിയാം, നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഈ വചനങ്ങൾ യാതൊരു സഭയിലും പോകാതെ ഈ മർമ്മങ്ങൾ അറിയുന്ന നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കായും. എന്താർത്ഥം? അത് അവസാനം ഞാൻ അല്ലാണ്ട് ശുദ്ധീകരണ സ്ഥലമൊന്നും ഇല്ലയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരും ഈ നിത്യവിധിക്കായിട്ടാണ് കാത്തു കിടക്കുന്നത്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ചിലർ നിത്യജീവനായിട്ടും ചിലർ നിത്യനിന്ദയ്ക്കുമായിട്ട് അന്നാണ് വിധി നടക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഈ അവസാന ദിവസം വരെ ദാനിയേലെ ഞാൻ ഈ വചനത്തിൻ്റെ രഹസ്യങ്ങൾ അടച്ചു പൂട്ടിവെക്കും, അനേകർ അങ്ങും ഇങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. കേട്ടാ? എന്നിട്ട് വെറുതെ കുത്തിരുന്ന് ശ്രുതി പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിശ്വസിക്കുന്നവർക്കല്ല, അങ്ങും ഇങ്ങും ഓടി നടക്കുന്നവർക്ക് അറിവ് വർദ്ധിക്കണേ. അതായത് ദൈവത്തെ അന്വേഷിക്കണം. അല്ലാണ്ട് വിഴുങ്ങല്ല വേണ്ടത്. ഇത് സത്യമാണോ, ബൈബിൾ തുറന്ന് ഇത് സത്യമാണോ എന്ന് എപ്പോഴും അന്വേഷിക്കണം. അവർക്കാണ് അറിവ് വർദ്ധിക്കാന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദാനിയേൽ ചോദിച്ചു എങ്ങനെ യുഗാന്തം എന്ന്. അത് വെളിപ്പെടുത്തി കൊടുത്തത് വെളിപാടിലെ യോഹന്നാനാണ്. ഈ ദാനിയേലിനും ജെറമേക്കും ഒക്കെ എല്ലാവർക്കും ഇതിൻ്റെ ക്ലൂസാണ് ഇട്ട് കൊടുത്തത്. എങ്ങനെയായിരിക്കും അവസാനം ഇവരൊക്കെ ചോദിച്ചു. യേശുവായുടെ ശിഷ്യന്മാരും ചോദിച്ചു, അവിടെയും കിട്ടി കുറേ. എല്ലാം കൺക്ലൂഷൻ വെളിപാടിലുണ്ട്. എല്ലാം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും അവസാനം, എങ്ങനെയായിരിക്കും റാപ്ചർ എന്നൊരു ഐഡിയ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം, എങ്ങനെയൊക്കെ ആയിരിക്കും ബൈബിളിൽ പറയുന്ന ലോകാവസാനമെന്ന്. ഇനി ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ. വിശുദ്ധ ജനം എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദർ. അവരിപ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലേ തീവ്രവാദത്തിനോട്, സാത്താൻ്റെ ശക്തിയോട്. അപ്പം അത് തകർക്കാൻ കഴിയുന്ന ആ നിമിഷത്തിലാണ് റാപ്ചർ ഉണ്ടാവാൻ പോണത്. ഇത്ര നാൾ നമ്മൾ കേട്ടത് ഇസ്രായേൽ ഇങ്ങനെ പടവെട്ടി പിടിച്ച്, പക്ഷേ ഇപ്പോൾ നേരെ ട്രംപ് വന്നതോടുകൂടി നേരെ തിരിഞ്ഞു അല്ലേ? അവരൊരു സഖ്യത്തിൽ ഒപ്പുവെച്ച് നേരെ തിരിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഇസ്രായേലിനെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ഒരു വലിയ നേതാവ് ഇത്തമാം ബെൻ-ഗൂർ രാജിവെച്ചു. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരെ തിരിഞ്ഞു വരികയാണ്. എത്ര സ്പീഡിൽ ലോകം അവസാനിക്കാൻ പോകണമെന്നറിയോ? അത് ഇത്ര സ്പീഡിൽ ഒഴുക്കിൽ ഇലുമിനാലിറ്റീസ് അവരുടെ അജണ്ടകൾ ഇങ്ങനെ സെറ്റപ്പാക്കി കൊണ്ടുവരാൻ അടുപ്പിച്ചത്. ഒന്നും സാധാരണ മനുഷ്യർക്ക് നേരമില്ല, അതൊന്നും മനസ്സിലാകുന്നുമില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പുച്ഛിച്ച് തള്ളാണ്. നിനക്ക് എവിടെ നിന്ന് ഇതിനൊക്കെ അറിവ് കിട്ടണേ? നീ സാധാരണ മനുഷ്യർ, നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടണേ? നീ നടന്നോ? ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ലോകം അവസാനിക്കില്ല എന്നും പറഞ്ഞിട്ട് പണത്തിൻ്റെ പിന്നാലെയും ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം, പൈസ ഉണ്ടാക്കണം, വീട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പോണ ടീമുകളാണ്. അപ്പം ഇത് വായിച്ച് നോക്കുമ്പോൾ അപ്പം ഇവിടെ ദാനിയേൽ ചോദിക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ പൊരുളെന്ന്. അപ്പം ദാനിയേലിനോട് ദൈവം പറയാണ്, ദാനിയേലേ നീ നിൻ്റെ വഴിക്ക് പോ. ഇത് ഞാൻ അവസാനം ദിവസം വരെ അവസാന ദിനം അടച്ച് പൂട്ടി വെച്ച് മുദ്ര വെച്ചേക്കാണെന്ന്, നിനക്ക് ഞാനിപ്പോൾ അത് പറഞ്ഞു തരില്ല എന്ന്. അപ്പോൾ കർത്താവ് പറയാണ് അപ്പം പക്ഷെ ക്ലൂസ് കൊടുക്കുന്നുണ്ട് ദൈവം. ചോദിക്കുന്നവരോടൊക്കെ ക്ലൂസ് കൊടുക്കുന്നുണ്ട്. ആ നിമിഷത്തെ ആർക്കറിയാം? സ്വർഗീയ പിതാവിനെ അറിയുള്ളൂ. ദൂതന്മാർക്കോ പുത്രനോ ഒന്നും അറിയില്ല.
പക്ഷെ ക്ലൂ ചോദിക്കുന്ന എല്ലാവർക്കും, പ്രവാചകന്മാർക്കും ശിഷ്യന്മാർക്കും ഒക്കെ ക്ലൂകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം, ആ നിധി മനസ്സിലാക്കണം ആ ക്ലൂവിലൂടെ. ഇവിടെ എന്താ പറയുന്നത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ? ദുഷ്ടത പ്രവർത്തിക്കും, അവർ ഗ്രഹിക്കില്ല, ജ്ഞാനികൾ മാത്രമേ ഗ്രഹിക്കുള്ളൂ, അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ എന്നാണ് പറയണേ. നിരന്തര ദഹന ബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. മനസ്സിലായോ? അതായത് 3-3.5 വർഷക്കാലം ആ ദിവസം മുതൽ. ശിഷ്യന്മാരുടെ എന്താ പറഞ്ഞത്? വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ വസ്തു ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിക്കോ, അല്ലേ? അവിടെ തുടങ്ങി. അവിടെ 3-3.5 വർഷം. ഇവിടെ 1290 ദിവസം ഉണ്ടാകും. അതിൽ 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവർ ഭാഗ്യവാന്മാർന്ന്. ഈ കണക്കൊക്കെ ഞാൻ ഇന്നാൾ 666 കണക്കൊക്കെ പറഞ്ഞപ്പോൾ ചിലർ ചോദിച്ചു, ഇതൊക്കെ ബൈബിളിലുണ്ടോ എന്ന് കാണിച്ചെന്നേ എന്നൊക്കെ. ഇതൊക്കെ ബൈബിളിലുണ്ട്. ഈ ദിവസത്തിൻ്റെ കണക്കൊക്കെ നോക്ക്, ദാനിയേൽ 12 വായിച്ച് നോക്ക് നിങ്ങൾ. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1235 ദിവസം, 1290 ദിവസം ഉണ്ടാകും. പക്ഷേ 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവരെ ഭാഗ്യവാന്മാരെന്ന്. അത് അത്ര ദിവസം പിടിച്ച് നിൽക്കണം. അപ്പം ഇതൊക്കെ പറഞ്ഞാൽ പഴ ജീവനോട് കൂടി കൊണ്ടുപോകുമെന്ന് പറയുന്ന പഠിപ്പിക്കൽ തെറ്റാണെന്ന് ഇവിടെ തന്നെ കണ്ടൂടെ? ഇതൊക്കെ അനുഭവിക്കണം നമ്മൾ. എന്നിട്ട് റാപ്ചർ ഉണ്ടാവുള്ളൂ. എന്നിട്ടാണ് നമ്മൾക്ക് ലോകം അവസാനിക്കും, നമ്മളെ വിധിക്കും, നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകൊക്കെ ചെയ്യുള്ളൂ. അല്ലാതെ ഇതിലൊക്കെ മുൻപ് ഇതൊന്നും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. ക്രിസ്ത്യാനിയായി എന്നുള്ള ഒരൊറ്റ പേരിൽ എന്നെപ്പം അങ്ങോട്ട് കൊണ്ടുപോകും കർത്താവ്. ജീവനോട് കൂടി, ശരീരത്തോടു കൂടി കൊണ്ടുപോയിട്ടാണ് പിന്നെ ലോകം അവസാനിപ്പിക്കുക, ഇവിടെ ഒക്കെ നശിപ്പിക്കാന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ ചിന്തകളൊക്കെ വ്യർത്ഥമാണ്, നിങ്ങളെ തെറ്റിപ്പിക്കുന്നതാണ്. എന്നിട്ട് ദാനിയേലിനോട് പറയാണ്, നീ പോയി വിശ്രമിക്ക്, അവസാന ദിവസം നീ എൻ്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കുന്നു. അല്ലാണ്ട് ദാനിയേലിനും സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടില്ല. അവസാന ദിവസം നിനക്ക് വിധി നടപ്പിലാക്കി തരുമെന്ന്. ഇതാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവസാന ദിവസം വിധി നടപ്പാക്കാൻ കണക്കാക്കിയിരിക്കുകയാണ്. ആര്? മാതാവ് ഉൾപ്പെടെ എല്ലാ വിശുദ്ധന്മാരും ശിഷ്യന്മാരും എല്ലാവരും. അപ്പോൾ പിന്നെ നമ്മൾ അവരോട് പ്രാർത്ഥിക്കണതിൽ എന്തർത്ഥമുണ്ട് നിങ്ങൾ മനസ്സിലാക്ക്. അവരുടെ തന്നെ വിധി നടപ്പാക്കിയിട്ടില്ല. അവർക്ക് നമ്മൾ രക്ഷിക്കാൻ പറ്റുമോ? ആരാധന എന്ന് പറയുന്നത് ഒരാളിലേക്ക് മാത്രം, ദൈവത്തിലേക്ക് മാത്രം. അല്ലാതെ നമ്മളെ രക്ഷിക്കാൻ കഴിവില്ലാത്തവരുടെ മുമ്പിൽ നമ്മൾ കിടന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇലുമിനാലിറ്റീസ് അവരുടെ അജണ്ട അവർ എന്തും ഉണ്ടാക്കുന്നതിന് മുൻപ് അവർ അത് കാണിച്ചു തരും നമ്മൾക്ക്. ഇപ്പോൾ ബിഗ് ബോസ് എല്ലാ ഭാഷയിലും ഉണ്ടല്ലേ, അതൊക്കെ ഇലുമിനാലിറ്റീസിൻ്റെ ഓരോ ഷോയാണ്. അതിലൂടെ കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എല്ലാവരും അടിമയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ആദ്യം അവർ കാണിച്ചു തന്നതിന് ശേഷമാണ് അവരത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും 1995 ഡെൻവർ എന്ന് പറയുന്ന ഒരു എയർപോർട്ടിൽ ഈ ഇലുമിനാലിറ്റീസ് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന ചിത്രങ്ങൾ കുറേ ഞാൻ കാണിച്ചു തരാം. ഈ ചിത്രങ്ങളൊക്കെ അവിടെ അന്ന് വരച്ച് വെച്ചത് 1995. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇലുമിനാലിറ്റി കാർഡുകളിൽ, ഈ കാർഡിൽ കണ്ടില്ലേ ട്രംപ് വന്ന് നിൽക്കുന്ന ഈ കാർഡ് കണ്ട? അപ്പം അത് ഇന്നുണ്ടായ സംഭവം പോലും അന്ന് അവർക്ക് അറിയാം. അവരത് അപ്പം നിങ്ങൾ വിചാരിക്കും അവർ പറയുന്നത് നടക്കുന്നത് ആ പ്രവചനം ഫലമാകുന്നു എന്നല്ല. അവർ ആ വഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നയിക്കുക ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വാക്സിൻ ആദ്യം കണ്ടുപിടിച്ചു അല്ലേ, എന്നിട്ടത് കുത്തിവെക്കാൻ വേണ്ടി രോഗം ഉണ്ടാക്കുക ചെയ്തത് എന്ന് പറഞ്ഞോണം. അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അവർ ആദ്യമേ ഇത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ വഴി നടത്തുക ചെയ്യണത്. ഒന്നും അറിയാണ്ട് നമ്മൾ ആ വഴിക്ക് പോവാ ചെയ്യുന്നത്. ഈ കാർഡിൻ്റെ ഒരു ലാസ്റ്റ് കാർഡുകളിൽ ഒരു കാർഡാണ് ഇത്. ഇവിടെ എന്താ കാണുന്നത്? അതായത് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെയാണ് പെട്ടെന്ന് ഈ തീവ്രവാദി വാളുമായിട്ട് എഴുന്നേറ്റ് നിന്ന് സമാധാനത്തിൻ്റെ ചിഹ്നമായ പ്രാവിനെ വെട്ടിയെറിയുന്നത്. ആ സൈഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അവസാനം എന്നുള്ള ഒരു കാർഡ്. മനസ്സിലായോ? അതാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാർഡ്. സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേ പെട്ടെന്ന് അത് സംഭവിക്കും എന്നാണ് ദൈവം പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇപ്പോൾ ലോകം അവസാനിക്കില്ല, സമാധാനം സന്തോഷമാണെന്ന്. പക്ഷെ പെട്ടെന്നാണത് സംഭവിക്കുക. റാപ്ചർ നടക്കുന്നതും കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ടാണ്. അതും പെട്ടെന്ന് സംഭവിക്കുകയാണ് അല്ലേ? അതായത് നമ്മൾ അതിൽ കണ്ടല്ലോ അല്ലേ, അതായത് 2 പേര് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരാൾ പെട്ടെന്ന് എടുക്കപ്പെടും എന്നൊക്കെ. അതും കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് സംഭവിക്കണേ.
റാപ്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ. ഇതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയ മർമ്മങ്ങൾ, അറിവുകൾ ബൈബിളിലൊക്കെ വെച്ചിട്ട് നമുക്ക് അത് പറയാം, അതൊരു വിഷയമാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ എല്ലാവരും സമാധാന ദൂതനെ പോലെയാണ് ട്രംപിനെ കാണുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഇലുമിനാറ്റി കാർഡിൽ അന്നേ ഇത് പ്ലാൻഡ് ആയിരുന്നു ട്രംപ് വരുമെന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഇല്ലേ? നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്ത് തുടങ്ങിക്കോ. ട്രംപിൻ്റെ പോളിസികൾക്ക് അന്ത്യകാലത്തേക്കുള്ള ചില ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തിന്നും കുടിച്ചും ഞങ്ങൾക്ക് ജീവിക്കാം ഒരാളും പ്രതീക്ഷിക്കേണ്ട. ലോകം അവസാനിക്കാറായി, സമയമായി. എപ്പോഴെപ്പോഴും ഞാൻ ഇത് വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് പുച്ഛാണ്. എന്നോടൊന്നല്ല, ഞങ്ങൾ കുറച്ച് പേര് എല്ലാവരോടും പറയണവരോടൊക്കെ പുച്ഛാണ്. പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത ഈ ലോകത്തിൽ പല സ്ഥലത്തും ഒരു ടീമുണ്ട്. അവരാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ, നമ്മൾക്ക് ഇതിനെ കുറിച്ചുള്ള മർമ്മങ്ങളെല്ലാം മനസ്സിലാകണമെങ്കിൽ ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ദൈവം ഒരു ആത്മാവാണ്, രൂപമല്ല. അത് മനസ്സിലാക്ക്. ആ ആത്മാവിനെ ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തോടു കൂടി ഇരിക്കണം, സമയം കണ്ടെത്തണം. അതിന് നമ്മൾ സമയം കൊടുത്തേ പറ്റൂ, അല്ലാണ്ട് നമുക്കത് മനസ്സിലാവില്ല. എത്ര തിരക്കാണെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ആ കണക്ഷൻ നമുക്ക് കിട്ടണം. എന്നാലേ ദൈവം ഒലിവ് മലയിൽ കാല് ചവിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് കാല് ചവിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് ലോകം അവസാനിക്കില്ല. അത് മനസ്സിലാക്കണം. അത് ബുദ്ധിമാന്മാരെ പോലെ അതൊക്കെ മനസ്സിലാക്കി അവസാനമായെന്ന് മനസ്സിലായി അങ്ങനെ ഒരു ട്യൂണിൽ നമ്മൾ ദൈവത്തോടു കൂടി സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാവാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ രക്തസാക്ഷിയാവണം, അല്ലെങ്കിൽ റാപ്ചർ സംഭവിച്ച് നമ്മൾ ഉടലോടുകൂടി കൊണ്ടുപോകണം ദൈവം. ഇതിലെന്തെങ്കിലും ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് രക്തസാക്ഷിയാവാൻ ഇഷ്ടം, ദൈവം അതിനുള്ള കൃപ എനിക്ക് തരുമെന്നറിയില്ല. അപ്പോൾ അതൊരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ, ആ വഴിക്ക് പോകുന്നുവെങ്കിൽ പുരോഹിതന്മാരുടെ പിന്നാലെ പോയാൽ നടക്കില്ല. വിഡ്ഢി ജനതയെ നിങ്ങൾ മനസ്സിലാക്ക്. എന്നെ മണ്ടി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. എന്തുമാത്രം ചീത്ത എനിക്ക് കിട്ടണേ അതൊക്കെ ഞാൻ സഹിച്ചു, ഒന്നും എനിക്ക് പ്രശ്നമില്ല, അതൊന്നും പ്രോബ്ലം ഇല്ല. കാരണം എൻ്റെ ഈ ചിന്തകൾ, എൻ്റെ ഈ പറച്ചിൽ കാരണം ഒരു ആത്മാവിനെയെങ്കിലും കർത്താവിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ അത് ചിന്തിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഇത് അടിവരയിട്ട് എൻ്റെ ആത്മാവിനെ കൂടെ എനിക്ക് രക്ഷിക്കാമല്ലോ. ഞാൻ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. ഞാൻ പറ്റില്ല, എനിക്ക് തളർന്നു പോകാൻ ഞാൻ ചെയ്യില്ല, തളർന്ന് പോരുത്. അതിനാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇതൊരു ദീർഘമായിപ്പോയി, എന്തോ പറഞ്ഞു വന്നപ്പോൾ ഒരുപാടായിപ്പോയി. കർത്താവ് ഇങ്ങനെ കുറേ തന്നു. അപ്പോൾ ഞാൻ നിർത്താണ്, ഈ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, ഞാൻ പോകുന്ന വഴി ശരിയാണോ, ഞാൻ ആത്മാവിനാണോ ശരീരത്തിനാണോ വാല്യൂ കൊടുത്തേക്കണേ എന്ന് ഓരോരുത്തരും ആത്മാവിൽ ചിന്തിക്കുക. ഞാൻ നിർത്താണ്. എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ.